പെരുമ്പാവൂർ നഗരമധ്യത്തിൽ ചെറുകിട കച്ചവടക്കാരനെതിരെ അതിക്രമം. ബൈക്കിലെത്തിയ രണ്ടുപേർ ഉന്തുവണ്ടിയിൽ നിന്നും മൊബൈൽ ഫോണും പണവും വിലപ്പെട്ട രേഖകളടങ്ങിയ പെട്ടിയും തട്ടിയെടുത്തു എന്നാണ് പരാതി. പിടിച്ചുപറിക്കാരുടെയും മോഷ്ടാക്കളുടെയും വിഹാര കേന്ദ്രമായി നഗരം മാറുന്നുവെന്ന ആശങ്കയിലാണ് വ്യാപാരികൾ. പെരുമ്പാവൂർ നഗരത്തിൽ മോഷ്ടാക്കളുടെയും പിടിച്ചുപറിക്കാരുടെയും അതിക്രമങ്ങൾ ദിനംപ്രതി പെരുകുന്നു. സന്ധ്യ കഴിഞ്ഞാൽ റോഡിലിറങ്ങാൻ പോലും ഭയക്കേണ്ട സാഹചര്യമാണ് നിലവിൽ. കഴിഞ്ഞ 20 വർഷമായി നഗരത്തിൽ ഉന്തുവണ്ടിയിൽ കപ്പലണ്ടി കച്ചവടം നടത്തിവരുന്ന കടുവാൾ സ്വദേശി സുബൈറിന് നേരിടേണ്ടി വന്ന ദുരനുഭവം ഇതിനൊരു ഉദാഹരണമാണ്. ഇക്കഴിഞ്ഞ ദിവസം രാത്രിയിൽ കച്ചവടം കഴിഞ്ഞ് വീട്ടിലേക്ക് പോകാൻ ശ്രമിക്കുന്നതിനിടയിലായിരുന്നു ഇദ്ദേഹത്തിന് നേരെ പിടിച്ചുപറിക്കാരുടെ അതിക്രമം. ഉന്തുവണ്ടിയുടെ സമീപത്തു നിന്നും ഇരുചക്ര വാഹനം എടുക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ ബൈക്കിലെത്തിയ 2 പേർ മൊബൈലും 12,000 രൂപയും വിലപിടിച്ച രേഖകൾ അടങ്ങിയ പെട്ടിയും തട്ടിയെടുക്കുകയായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് പോലീസിൽ പരാതി നൽകിയതായി സുബൈർ പറഞ്ഞു. ഞാൻ കപ്പലിൻ്റെ കച്ചവടം കഴിഞ്ഞ് വണ്ടി ഉന്തിക്കൊണ്ട് വരുമായിരുന്നു. വണ്ടി ഉന്തിക്കൊണ്ട് വന്നപ്പോൾ 2 പേര് വന്ന് ചില്ലറ ചോദിച്ചു. ചില്ലറ ഞാൻ ഇല്ലയെന്ന് പറഞ്ഞ് എല്ലാവർക്കും കൊടുത്തിട്ടാണ് വന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ചില്ലറ ഇല്ലയെന്ന് പറഞ്ഞപ്പോൾ അവർ ഒന്നും പറയാതെ ഞാൻ പോയി. വണ്ടി തള്ളിക്കൊണ്ട് അങ്ങോട്ട് പോയി. വണ്ടി തള്ളിക്കൊണ്ട് പോയപ്പോൾ അവരെതിലെ വന്നെന്ന് എനിക്കറിയാൻ പാടില്ല. അവർ വണ്ടി ഉള്ളിലേക്ക് കയറ്റിയപ്പോൾ അവർ 2 പേര് ബൈക്കായിട്ട് അതിൻ്റെ അകത്ത് വന്നു. ഞാനും വേറൊരു ചേട്ടനും ഉണ്ടായിരുന്നു. ചേട്ടൻ നല്ലോണം പിടിച്ചു, പക്ഷേ കിട്ടിയില്ല. ചേട്ടനെ വലിച്ചുകൊണ്ട് പോയി വണ്ടി. ഞാൻ അനങ്ങിയില്ല അവിടുന്ന്. ഞാൻ ആകെ വെമ്പിപ്പോയി. പൈസയും മൊബൈലും എല്ലാം പോയി. എൻ്റെ ഗുളിക, മരുന്ന്, ഷുഗറിൻ്റെ ഗുളിക എല്ലാം ഉണ്ടായിരുന്നു. എല്ലാം പോയി. പിന്നെ എൻ്റെ മുനിസിപ്പാലിറ്റിയിലെ കാർഡുകളുണ്ടായിരുന്നു, അതും പോയി. എല്ലാം പോയി. 10-12,000 രൂപ ഉണ്ടായിരുന്നു, അതും പോയി. ഞാനിപ്പോൾ വീട്ടിൽ കച്ചവടം ചെയ്യുന്നത് കച്ചവടത്തിന് ഇറങ്ങാൻ പറ്റിയില്ല. അത് കാരണം ഒന്നുമില്ല എൻ്റെ കയ്യിൽ. അങ്ങനെ പോയി. എൻ്റെ ജീവിതം മുട്ടിച്ചു ആ വന്നവർ. അവർ 2 പേരുണ്ടായിരുന്നു. 2 പേരല്ല, ഒരു ബൈക്കല്ല. ഒരാൾ ഓടിക്കൂ, വണ്ണമുള്ളവൻ പുറയിലിരുന്നു. പെട്ടി അവിടെ ഇരിക്കുകയായിരുന്നു. പെട്ടിയെടുത്ത് അവൻ ചാടിക്കയറി വണ്ടി കയറി. മറ്റാൾ പിടിച്ചു വലിച്ചു. എന്നിട്ടും കിട്ടിയില്ല. എന്നിട്ട് പുറകെ അയാൾ വലിച്ചുകൊണ്ട് പുറകെ പോയിട്ടും കിട്ടിയില്ല. അയാളെ വലിച്ചുകൊണ്ട് പോയി റോട്ടിൽ തള്ളിയിട്ടിട്ട് ഒരു രക്ഷപ്പെട്ടു. പെട്ടിയിൽ പരാതി കൊടുത്തിട്ടുണ്ട്. പോലീസുകാരെ എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കാമെന്നാണ് പറഞ്ഞേക്കണേ. എനിക്കൊന്നും പറ്റിയില്ല, മറ്റാൾക്ക് പറ്റിയേക്കണേ. കാലൊക്കെ പൊട്ടി, കൈവേദന. ആശുപത്രി കൊണ്ടേ രാത്രി ഞങ്ങൾ. രാത്രിയായാൽ ടൗണിലെത്തുന്നവരും വ്യാപാരികളും നേരിടുന്ന ഒറ്റപ്പെട്ട സംഭവമല്ല ഇത്. ഇതിനു മുൻപും ഇത്തരത്തിലുള്ള പിടിച്ചുപറിയും മോഷണവും അതിക്രമവും ഉണ്ടായിട്ടുണ്ട്. ഭീതിജനകമായ ഈ സാഹചര്യത്തിൽ ഇത്തരക്കാർക്കെതിരെ കർശന നടപടികൾ ഉണ്ടാകണമെന്ന് വ്യാപാരികൾ ആവശ്യപ്പെട്ടു. ന്യൂസ് ഡെസ്ക്, മീഡിയ സിറ്റി, പെരുമ്പാവൂർ.